നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ മീൻകറിയാണ്. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി, കറിവേപ്പില, സവാള, പച്ചമുളക്, വെണ്ടക്ക, വെളുത്തുള്ളി. ശേഷം മാന്തൽ മീൻ നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക. നമ്മൾ തേങ്ങ അരച്ചിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകിയതും ചെറിയ ഉള്ളിയും വലിയ ജീരകവും എടുത്ത് വെക്കുക. ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണം. വെച്ചിട്ട് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നല്ല വെള്ളം വറ്റിയതിന് ശേഷം അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് നന്നായി വഴറ്റുക. സവാള ഇട്ടിട്ട് വഴറ്റുമ്പോൾ സവാള നന്നായി വാടാൻ വേണ്ടി അല്പം ഉപ്പൊന്ന് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. വഴണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് അതോടൊപ്പം തന്നെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനു വേണ്ടി തേങ്ങ മിക്സിയിലെ ജാറിലേക്ക് ഇടുക. വലിയ ജീരകവും ചെറിയ ഉള്ളി ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കും. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് അരച്ചെടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും അല്പം കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ട ശേഷം നമുക്കതിലേക്ക് അല്പം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് വെണ്ടയ്ക്ക കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക.
ഇതിലേക്ക് പാർന്ന് കൊടുക്കുക. അല്പം ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീൻ അല്പം വെന്ത ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒപ്പം തന്നെ അപ്പുറത്ത് ഞാൻ മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് പാർന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഉപ്പില്ലെങ്കിൽ അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി തേങ്ങ അരച്ചത് ഒന്ന് തിളച്ച ശേഷം നമുക്ക് കറി ഒന്ന് വാങ്ങി വെക്കാം.